വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിക്കടുത്ത് തിരുവങ്ങാട് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവാണെങ്കിലും ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയെയാണ് ഇവിടെ ആരാധിച്ചു വരുന്നത്. ചക്രവർത്തി സ്വരൂപമാർന്ന ഇവിടത്തെ ശ്രീരാമസ്വാമിയെ ഭക്തർ തിരുവങ്ങാട്ട് പെരുമാൾ എന്ന് വിളിച്ചു വരുന്നു. ഖരൻ, ദൂഷണൻ, തൃശ്ശിരസ് എന്നീ രാക്ഷസ സഹോദരന്മാരെയും അവരുടെ 10,000 വരുന്ന പടയെയും 3.25 നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം രൗദ്രഭാവമടങ്ങാത്ത ശ്രീരാമനായാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തൃപ്രയാർ, തിരുവില്വാമല, കടവല്ലൂർ എന്നിവയ്ക്കൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണിത്. തിരുവങ്ങാട് ദേശത്തിൻ്റെ ഒത്ത നടുക്കായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിലായി അതിവിശാലമായ ഒരു കുളമുണ്ട്. 2 ഏക്കറോളം വിസ്തീർണം വരുന്ന തിരുവങ്ങാട് ചിറ എന്നറിയപ്പെടുന്ന ഈ കുളം കേരളത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ ക്ഷേത്രകുളങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിൽ വരുന്ന ഒട്ടുമിക്ക ഭക്തരും ഇവിടെ കുളിച്ചാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത്. കൂടാതെ പ്രദേശത്തുള്ളവർ നീന്തൽ പഠിക്കുന്നതും ഈ കുളത്തിൽ വെച്ചാണ്. തിരുവങ്ങാട്ട് പെരുമാളിൻ്റെ ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും ഇതേ കുളത്തിൽ വെച്ചാണ്. ഉച്ച സമയങ്ങളിലും രാത്രികാലങ്ങളിലും ഈ കുളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കുളത്തിൽ നിന്ന് ഏകദേശം 30 കൽപ്പടികൾ കയറിയാൽ കിഴക്കേ ഗോപുരത്തിലെത്താം. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ ഭാഗികമായി തകർന്നുപോയ ഗോപുരമാണിത്. എങ്കിലും ഇതുവരെ ഇത് പുതുക്കി പണിതിട്ടില്ല. ഗോപുരത്തിൻ്റെ തെക്കുഭാഗത്ത് ചെറിയൊരു ഗണപതി ക്ഷേത്രമുണ്ട്. സർവവിഘ്ന വിനാശകനായ ഗണപതി ഭഗവാനെ തൊഴുത ശേഷമാണ് ഭക്തർ ശ്രീരാമനെ തൊഴാൻ പോകുന്നത്. ഓടുമേഞ്ഞ ചെറിയ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കിഴക്കേ ഗോപുരം കടന്നാൽ ആദ്യം എത്തുന്നത് വലിയ ആനക്കൊട്ടിലിലാണ്. സാമാന്യത്തിലധികം വലിപ്പമുള്ള ഈ ആനക്കൊട്ടിൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ആനക്കൊട്ടിലുകളിലൊന്നാണ്. ഏകദേശം 6 ആനകളെ ഒന്നിച്ചെഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ആനക്കൊട്ടിലിനപ്പുറം ദീപസ്തംഭം, അതിനുമപ്പുറം മറ്റൊരു പ്രവേശന കവാടം കാണാം. സാധാരണയായി കേരളീയ ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ ഉണ്ടാകാറില്ല. ഇരട്ട മതിലകമുള്ള ഏക ക്ഷേത്രമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. 2ാം മതിലകത്തേക്കുള്ള പ്രവേശന കവാടത്തിന് മുകളിലായി ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ രൂപം ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദീർഘചതുരാകൃതിയിൽ തീർത്ത ഇരുനില ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിൻ്റെ ഇരുനിലകളും ചെമ്പുമേഞ്ഞിട്ടുണ്ട്. ഏകദേശം 6 അടി ഉയരം വരുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീരാമസ്വാമി വാഴുന്നു. രാക്ഷസ സഹോദരന്മാരായ ഖരദൂഷണ തൃശ്ശിരസ്സുകളെയും അവരുടെ 3000-ലധികം വരുന്ന പടയെയും വധിച്ച ശേഷം അത്യുഗ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീരാമനായാണ് സങ്കല്പം. ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതുകൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടതുകൈയിൽ പാഞ്ചജന്യം എന്ന ശംഖും മുന്നിലെ ഇടതുകൈയിൽ കൗമോദകി എന്ന ഗദയും ധരിച്ചിട്ടുണ്ട്. മുന്നിലെ വലതുകൈ ഉപയോഗിച്ച് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുന്നു. തിരുവങ്ങാട്ട് പെരുമാൾ എന്നാണ് ചക്രവർത്തി സ്വരൂപനായ ഇവിടത്തെ ശ്രീരാമസ്വാമി അറിയപ്പെടുന്നത്. ശ്രീകോവിലിൽ അതിമനോഹരമായ നിരവധി ചുവർച്ചിത്രങ്ങളും ദാരുശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. രാമായണം, മഹാഭാരതം, ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള നിരവധി രംഗങ്ങൾ ഇവിടെ ചിത്രശില്പരൂപങ്ങളിൽ പുനർജനിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ കാലത്തെ മനുഷ്യരുടെ ജീവിത രീതികളും ഭൂതമാല, പക്ഷിമാല, മൃഗമാല തുടങ്ങിയ രൂപങ്ങളും ഇവിടെ കാണാവുന്നതാണ്. ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിൽ കിഴക്കുഭാഗത്ത് ബ്രഹ്മാവിൻ്റെയും തെക്കുഭാഗത്ത് ദക്ഷിണാമൂർത്തിയുടെയും പടിഞ്ഞാറുഭാഗത്ത് നരസിംഹമൂർത്തിയുടെയും വടക്കുഭാഗത്ത് ഇന്ദ്രൻ്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവ അതാത് ദിക്കുകളെ പ്രതിനിധീകരിക്കുന്നു. 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ കേരളം ആക്രമിച്ച് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിനും നാശം സംഭവിച്ചിരുന്നു. എങ്കിലും ക്ഷേത്രം പൂർണ്ണമായി നശിച്ചു പോകാതെ രക്ഷപ്പെട്ടു. ഈ ക്ഷേത്രവളപ്പിൽ വെച്ചാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ പ്രമാണിമാരും തമ്മിൽ പല കൂടിക്കാഴ്ചകൾ നടത്തുന്നതും പല ഉടമ്പടികളിലും ഒപ്പുവെച്ചതും. ടിപ്പുവിൻ്റെ സൈന്യങ്ങൾ പീരങ്കി വെടികൾ പൊട്ടിച്ച് ഗോപുരവും ക്ഷേത്രമതിലും തകർത്തു. ഉള്ളോട്ട് നീങ്ങിയപ്പോൾ ക്ഷേത്രത്തിലും ക്ഷേത്രപ്പറമ്പിലും അഭയം തേടിയിരുന്നവർ ഭയപ്പെട്ട് തിരുവങ്ങാട് പെരുമാളെ ശരണം വിളി തുടങ്ങി.
തത്സമയം ഒരാൾ കുതിരപ്പുറത്ത് കയറി കിഴക്കോട്ട് പോകുകയും ക്ഷേത്രത്തെ ഉന്നം വെച്ച് വരുന്ന ടിപ്പുവിൻ്റെ സേനയെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ യുദ്ധസ്ഥലത്തിന് പെരുമ്പോർക്കുളം എന്നത് ചുരുങ്ങി പെരുങ്കുളം എന്ന് പറയുന്നു. ഉത്സവകാലത്ത് പെരുമാളുടെ പള്ളിവേട്ട പെരുങ്കുളത്ത് വെച്ചാണ്. വടക്കേ നടയിൽ ക്ഷേത്ര മതിലകത്തു തന്നെയായി പരസ്പരാഭിമുഖമായി 2 ശിവക്ഷേത്രങ്ങൾ കാണാം. ഒന്ന് വടക്കേടമെന്നും മറ്റേത് കിഴക്കേടമെന്നറിയപ്പെടുന്നു. വൈഷ്ണവമൂർത്തിയായ തിരുവങ്ങാട്ട് പെരുമാളുടെ ക്ഷേത്രത്തിനടുത്തുള്ള ഈ 2 ശിവസന്നിധികൾ ശൈവ വൈഷ്ണവ ഐക്യത്തിൻ്റെ പ്രതീകമായി നിലനിൽക്കുന്നു. മേടമാസത്തിൽ വിഷുവിന് കൊടികയറി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലേത്. കൂടാതെ രാമായണ മാസാചരണം, ശ്രീരാമനവമി എന്നിവയും വിശേഷമാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ഐതിഹ്യവും ചരിത്രവും പഴമയുമെല്ലാം ഒരുപോലെ ഇഴചേർന്ന് കിടക്കുന്ന തിരുവങ്ങാട് ശ്രീരാമസ്വാമിയുടെ മണ്ണ് അറിഞ്ഞു വിളിക്കുന്നവർക്ക് എന്നും കരുതലിൻ്റെ ആശ്വാസതീരമാണ്.